അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് എനിക്കൊരു സൈക്കിൾ എടുക്കാൻ പോവാണ്. ഇത്രയും കാലം വെയിലാണ് എന്നിട്ട് സൈക്കിൾ എടുത്തിട്ട് എപ്പോൾ എന്തായാലും മഴ അയക്കണം. അപ്പോൾ മഴ കൂടുമ്പോഴത്തേന് സൈക്കിൾ എടുത്തൊന്ന് ഓട്ടണം വരി. അപ്പോൾ നമ്മൾ കുട്ടങ്കാക്ക അവിടെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഓട്ടോറിക്ഷ കയറാം. മഴയൊക്കെ നല്ല ചാറുന്നുണ്ട്. നമ്മൾ എഴുതി നിൽക്കണമെങ്കിൽ ബാക്കിയൊക്കെ അവിടെ കാണിച്ചു. അപ്പം നമ്മൾ പോണത് തിരൂർക്കാണ്. മഴ ഒന്ന് ആറിക്കോട്ടെ, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോവാന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നതാ. അപ്പോഴാണെങ്കിലോ വൈകുന്നേരം അതിനെക്കാട്ടിയും വലിയ മഴ എന്നൊക്കെ പറഞ്ഞാൽ 2 കിലോ ഉണ്ടാവും ഓരോ തുള്ളിയും. 1.5-1.25 മഴയാണ്. ഓരോ തുള്ളി മേത്ത് കൊണ്ട് വീണ പോലെ ഉണ്ടാവും. അത്രയാണ് മഴൻ്റെ ഒരു കഠിനത. ഓട്ടോറിക്ഷയിലും കാറിലൊക്കെ എനിക്ക് തലക്കിരിക്കണതാ ഇഷ്ടം. അത് ഓട്ടോറിക്ഷയിലാകുമ്പോൾ ഒന്നും കൂടെ ഇഷ്ടമാണ്. തലക്കിരിക്കാൻ വേണ്ടി ഞാനിപ്പം ഒന്ന് വാക്ക് തർക്കമൊക്കെ കഴിഞ്ഞ് തലക്കങ്ങോട്ട് ഇരുന്നപ്പോഴല്ലേ മഴൻ്റെ ഒരു ഊക്ക്. ഓരോ തുള്ളിയും തലക്ക് വീണ് ആള് കാലിയാവുന്നപ്പോൾ എൻ്റെ പേടി. വെക്കേഷൻ തുടങ്ങിയതാണ്. ഉമ്മ ഒരു സൈക്കിള്. വെയിലല്ലേ, വെയിലൊന്ന് പോയിക്കോട്ടെ, അപ്പോൾ വെയിൽ തരാം, വെയിലൊന്ന് പോയിക്കോട്ടെ എന്നാണ്. വെയിലും പോയി മഴയെത്തി. ഇനിയിപ്പോൾ ഈ മഴയത്ത് എങ്ങനെ ഓടിക്കാമെന്ന് അല്ലാക്കറിയാം. എന്നാലും പൂതി നമ്മൾ തീർക്കണ്ടേ. അപ്പം നമ്മൾ നല്ലൊരു കിടുക്കാച്ച് സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നല്ല ഐശ്വര്യമായിട്ട് കുറച്ച് പൈസ ഒക്കെ എടുത്ത് നമ്മൾ സൈക്കിൾ ഷോപ്പിലെത്തി. അവിടെ എത്തിയപ്പോൾ ഏതെടുക്കുന്ന ഒരു കൺഫ്യൂഷൻ. കയറി വന്ന പാട് എനിക്കാ നീല പെരുത്തിഷ്ടായി. പക്ഷെ ഗിയറാണ്. അതെങ്ങാനും കേട് വന്നാൽ അത് നേരാക്കാൻ വേറെ പൈസ, പിന്നെ അതൊന്ന് സർവീസ് ചെയ്യണം മാസം. ഒക്കെ കൂടെ കച്ചറ ഒരു മാനാഞ്ചറയാണ്. അപ്പം നമ്മൾ വേറെ റൈറ്റ് എടുത്ത് അതും തരക്കേടില്ല എന്നല്ല, നല്ല ഉഷാറൊരു സൈക്കിൾ തന്നെ എടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ എടുത്താൽ പിന്നെ കുറേ കാലം ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് സൈക്കിളിൻ്റെ വീല് പോയി ടയർ ഊരി വന്ന് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ടല്ലോ. സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൈക്കിൾ ഇങ്ങോട്ട് കിട്ടിയാൽ വെയിലില്ല തണലില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഓട്ടി ലാസ്റ്റ് ചീർക്കളിക്കൊല്ലി പോലെ ആവും. അതുകൊണ്ടാണ് ഇത്രയും കാലം സൈക്കിൾ വേണ്ടതായിരുന്നത്. എന്നുവെച്ചിട്ട് വേങ്ങായിരുന്നിട്ടുമില്ല. ഇതിപ്പോൾ 3ാമത്തെ സൈക്കിളാണിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആയുസ് എത്ര കാലമാണെന്ന് അല്ലാക്കേ അറിയുള്ളൂ. എന്താണെന്നറിയില്ല, എൻ്റെ അടുത്തുള്ള സൈക്കിളിനൊന്നും തീരെ ആയുസില്ല. ഇപ്പം ഇന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. സൈക്കിളിനെ പറഞ്ഞാൽ പോരെ, ഒരു 2 റൗണ്ട് ഓട്ടുമ്പോൾ കാണാം ടയർ കണ്ട് ഊരി വരുന്നു. ഞാനിപ്പോൾ എന്താ കാട്ടൽ? അങ്ങനെ എനിക്ക് മാത്രം സൈക്കിൾ എടുത്താൽ പോരല്ലോ, നമ്മളെ എയ്സൂനും വേണ്ട എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പം നമ്മളെ എയ്സൂന് നമ്മളൊരു നല്ല ഉഗ്രം കാർ എടുത്തുക്കണ്. കാറ് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഹായ് എന്താ പോളൊരു ചിറി ഐഷ്. അങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് എയ്സൂന് കാറും കൊടുത്ത് എല്ലാം റെഡിയായി. ഈ സൈക്കിളിന് കാറ്റ് പോയാൽ അതെങ്ങനെ ഇപ്പം കാറ്റടിക്കുക? ഇനിയിപ്പോൾ ഇവിടെ കാറ്റടിപ്പമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ 2-3 സൈക്കിളിന് നടന്നീന്ന്. ഇനിയിപ്പോൾ അത് പറ്റൂല. ഒരു നല്ല കാറ്റടിപ്പമ്പോ അങ്ങോട്ട് വേങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കണ്ടല്ലോ കാറ്റടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് പഠിച്ചതാണ് ഈ ഒരു ഹായ്. ആ ഹായ് വന്നോടുകൂടെ ഇപ്പം എപ്പോഴും ഹായ് തന്നെ. ഇപ്പോൾ കുറച്ചാളായിട്ട് വേറൊന്നും കൂടെ പഠിച്ചിരിക്കണ്. എങ്ങനെ പല്ലേക്കാന്ന് പറഞ്ഞാൽ ഒരു കൈ ഉള്ളിക്കിട്ട് 4-5 കറക്കലങ്ങോട്ട് കറക്കും. അതാണ് ഓളെ രീതിയിലുള്ള പല്ലേക്കൽ. പിന്നെ കുറേ എണ്ണം പഠിച്ചിരിക്കണ്. സൂപ്പർ പഠിച്ചിരിക്കണ്, പിന്നെ കൈ ഒട്ടാൻ പഠിച്ച്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പഠിക്കും. പിന്നെ ഇപ്പം നമ്മളെ ഏസ് നടക്കാനും തുടങ്ങിയിരിക്കണ്. അങ്ങനെ സൈക്കിളും എയ്സുമുള്ള കാറൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഇരുത്താണ്, നമ്മൾ വണ്ടിക്കുള്ള ഇരുത്തം. നമുക്ക് ചെറിയ വണ്ടിയൊന്നും പറ്റൂല. നമുക്ക് സൈക്കിളും കൊണ്ടുപോകണം, ഈ കാറും കൊണ്ടുപോകണം. പിന്നെ നമ്മൾ 3 ആൾ ഇരിക്കും വേണം. നമ്മൾ വന്നത് കുട്ടേട്ടൻ്റെ വണ്ടിയിലാണ്. കുട്ടേട്ടൻ്റെ വണ്ടി സൈക്കിളും ഉള്ളൂല്ലേ, നമ്മളെ മാത്രം കൊള്ളുള്ളൂ. അങ്ങനെ ഉന്തിയും തള്ളും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇനിയിപ്പോൾ സൈക്കിളേറ്റ് പോകാനും കൂടെ ഉള്ള ത്രാണി കുട്ടേട്ടനക്ക് ഉണ്ടാവുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് നമ്മളൊരു വലിയ ഓട്ടോറിക്ഷ തന്നെ എടുക്കല്ല പറഞ്ഞ്. അങ്ങനെ അവിടെ എത്തി ഇവിടെ എത്തി മഴയാണെന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ ഇരുന്ന്. ഇപ്പമ്മക്ക് പിന്നെ കാറ്റടി പമ്പത്താ പൊട്ടിക്കണ സാധനം ഉണ്ടായതുകൊണ്ടേ അതും അപ്പമ്മ കുറച്ചു നേരം പൊട്ടിച്ച് ലാസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട് 4-5 ഓട്ട. പൊട്ടിക്കലിൻ്റെ ഊക്കാണ്. പിന്നെ കടയത്തെ കാക്കാരൊക്കെ നല്ല വർത്താനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന്. ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെയും ഒരു നല്ല പരിപ്പ് വടൻ്റെയും മിസ്സിങ് അത് നല്ലോണം ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ കാറിൻ്റെ എണ്ണ എടുക്കലായി, ചുവപ്പ് കാർ കാണുമ്പോൾ കൈയിട്ടലായി, അങ്ങനെ പിന്നെ പലതും നടന്നവിടെ. മഴ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മഴയാണ്. മഴ ഒന്നും ഇങ്ങോട്ട് നിൽക്കണില്ല. മഴ കാണാൻ പൂതിയുള്ളവരൊക്കെ പോരിട്ടാ നല്ല ഉഷാറ് മഴ കണ്ട് പോവുക. മഴ വേണോ എന്ന് പറഞ്ഞിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉണങ്ങാണ്ട്, തുണി ഉണങ്ങാണ്ട്, മഴ എന്നാറിനെന്നായിപ്പോയി. എന്തേന്നൊരു ചൂട്. ആ ചൂടിനൊരു ആശ്വാസം കിട്ടിയപ്പോൾ എന്തൊരു സുഖമാണ്. ഇപ്പം തണുപ്പത്ത് മൂടി പൊച്ച് കിടന്ന് ഉറങ്ങാലോ. ഇപ്പം കുറച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ല, സണ്ണട്ട ആ ബ്രൈറ്റ്നസ് ഒന്ന് കുറക്കോ. ഇപ്പം ആ പറഞ്ഞ ആൾക്കാരൊക്കെ തുണി ഉണങ്ങാൻ വേണ്ടി ബ്രൈറ്റ്നസോടെ സണ്ണട്ട ഒന്ന് കൂട്ടോന്ന് പറഞ്ഞ് നടക്കുക. ഇനി സണ്ണട്ടൻ കൊണ്ടൊരു ഡിമാൻഡ്, അതൊരു 1.5 ഡിമാൻഡ് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇപ്പമാനെ മാക്സ്, ഇപ്പാൻ്റെ ടീഷർട്ടും ബനിയനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ സ്കൂൾ പറഞ്ഞാൽ എന്താക്കും? ഇനിയിപ്പോൾ യൂണിഫോം ഉണങ്ങിയിട്ടില്ല, പാൻറ്റില്ല, കോട്ടില്ല, അന്നെ മഫ്ത തീരെ ഉണങ്ങിയിട്ടില്ല. ഇസ്തിരി ഇടാൻ മടിയുള്ളവർക്ക് ഇസ്തിരി വന്ന് കയ്യും കണ്ട് എടുക്കൂല. പിന്നെ കോട്ടിനും പാൻറ്റിനും ഉണക്കാനുള്ളൊരു തത്രപ്പാടിലാവും. സ്കൂളും കണ്ട് തുറക്കാൻ ഇനി വിരലിന് എണ്ണാവുന്ന ദിവസമുള്ളൂ. സങ്കടം ഉണ്ടോ എന്ന് വെച്ചാൽ സങ്കടമുണ്ട്, സങ്കടം ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ഫ്രണ്ട്സിനൊക്കെ കാണാനുള്ളതല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ ഉന്തിയിട്ടും തള്ളിയിട്ടൊക്കെ നമ്മളെ സൈക്കിൾ ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എത്തിച്ചിക്കണ്. ആ ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ഇതിപ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പെരയിലെത്തിയിട്ട് വേണം സൈക്കിള് നോട്ടാനെന്നുള്ള ചിന്തയോടെ ഇരിക്കുകയാണ്. നമ്മൾ ഈ മഴയത്ത് ഇപ്പം എങ്ങനെ ഓട്ടാന്നുള്ളൊരു തീരുമാനമുണ്ട്. പക്ഷേ ഓട്ടാതിരിക്കാൻ പറ്റൂലല്ലോ. പുതിയത് വെങ്ങൽ പൊന്നൂനും മിന്നൂനും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കാണിക്കണ്ടേ. അതൊക്കെ ഒരു ഹരല്ലടോ. അങ്ങനെ മഴത്ത് നമ്മളൊന്ന് സൈക്കിൾ ഓട്ടാൻ നോക്കിയതാ. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. നല്ല കഴിച്ചിലാക്കിയോണ്ട് നമ്മൾ വീണില്ല. പിന്നെ ഒരു നല്ല ഉഷാറ് മഴ ചെയ്തപ്പോൾ കണ്ടില്ലേ നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ. ഒന്നാകണ്ട് വെള്ളം കയറിയിരിക്കണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളപ്പൊക്കമാവും. അതും ആർക്കും പറ്റൂലല്ലോ. ഞാനാണ് ഈ ഭൂലോകത്തെ ആസ്ഥാന തള്ളിസ്റ്റെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളെക്കാട്ടി ഉസാറ് തള്ളിസ്റ്റാണ്. നല്ല കോമഡിയൊക്കെ പറയണക്കാക്കാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ. മൂപ്പരെ കോമഡിയൊക്കെ കേട്ട് നമ്മൾ നല്ല ഉഷാറായിട്ട് പെരയിൽ ഇങ്ങോട്ട് എത്തി. നേരത്തെ കണ്ടില്ല ഒരു വെള്ളപ്പൊക്കം. അവിടെ എത്തിയപ്പോൾ ഈ കാക്ക പറയാണ് ഓട്ടോറിക്ഷ അവിടെ വെച്ചിട്ട് ഒരു തോണി എടുത്താൽ മതിയെന്ന്. അതെന്നിപ്പോൾ എളുപ്പം, തുഴഞ്ഞു പോവാലോ, അത്രയും വെള്ളമുണ്ട്. പിന്നെ എന്നോടൊരു ചോദ്യം, എത്രാം ക്ലാസ്സിലാന്ന്? ഞാൻ പറഞ്ഞു ഞാൻ 9 അപ്പം തന്നെ ഇക്കാക്കറിയാം ഇനി അടുത്ത കൊല്ലം A+ ഒക്കെ ഗൾഫ് മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു. ഓൻ്റെ ഇക്കാക്ക നിങ്ങളാൾ ഉസാറന്നെ, ഇതൊന്നും ശരിയല്ലട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇക്കാക്ക പോയല്ലോ, അതാണ് നമ്മളെ ബാർബർ കാക്ക അനിയേട്ടൻ. എപ്പോൾ കണ്ടാലും ഹലോ ഗോയ്സ് എന്നൊക്കെ പറയും. ആൾ കുറച്ച് തഗ്ഗാണ്. നമ്മളെ നാട്ടുകാർ ഫുള്ളൊരു കോമഡിയാണ്. നമ്മളെ നാട്ടുകാരത്തി അതുകൊണ്ട് ഞാനും ഭയങ്കര കോമഡിയാണ്. പെരയിലെത്തിയ പാട് നമ്മളെ ഇസുവിൻ്റെ കാറിൻ്റെ കെട്ടങ്ങണ്ടയച്ച് എൻ്റെ റബ്ബേ, ആ കെട്ട് അയ്യോളെ എൻ്റെ അടുത്തുനിന്നോള് മാറിയിട്ടില്ല. പിന്നെ അതിമ കയറിയിരുന്ന് അങ്ങോട്ടൊന്നും പാട്ടൊന്നിടും, പീപ്പി ഒന്നടിക്കും. ആകെ കൂടെ വല്ലാത്തൊരു ഹരയെന്ന് അവൾക്ക്. ഒരു ഉമ്മ തരാൻ പറഞ്ഞിട്ട് മെയിൻറ്റും കൂടെ ചെയ്യണില്ല. കണ്ടില്ല ഒരൊറ്റ അടി ഒരു ഉമ്മ വെച്ചേന്. എന്താപ്പ ഹാല്. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഹിബൂസ് വീണ്ടും വരും. എല്ലാവരും കാത്തിരുന്നോളി. അപ്പം ശരി, പറഞ്ഞ പോലെ.